ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി മസ്ക് മിലൻ വെച്ചിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ നമുക്ക് ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. നല്ല ഹെൽത്തിയും നല്ല ഫില്ലിങ്ങും ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ കുറേയധികം ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ എല്ലാം കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മസ്ക് മിലൻ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് കുറച്ച് ചവ്വരി അഥവാ സാഗോ കുതിരാനായിട്ട് മാറ്റി വെക്കണം. ഒരു 1/4 കപ്പ് ചവ്വരി ഞാനിവിടെ ഒരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കണം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന സാഗോ വളരെ പെട്ടെന്ന് കുക്കായി കിട്ടുന്നതാണ്. ചില സാഗോ ആണെങ്കിൽ കുറേ സമയം എടുക്കും കുക്കായിട്ട് വരാനായിട്ട്. കുറച്ച് കൂടുതൽ സമയം കുതിർത്തിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി വേണ്ടത് കറുത്ത കസ്കസ് അഥവാ സബ്ജാ സീഡാണ്. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ സബ്ജാ സീഡാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കണം. ഇനി ഒരു സോസ് പാനിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. പാൽ സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞാൽ സ്പൂൺ കൊണ്ടൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. പാല് നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്ന് 1/2 കപ്പ് പാല് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി മാറ്റി വെച്ച 1/2 കപ്പ് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. കസ്റ്റർഡ് പൗഡർ ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കട്ടയില്ലാതെ കലക്കിയെടുക്കണം. കലക്കിയെടുത്ത കസ്റ്റർഡ് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റർഡ് ഒഴിച്ചതിന് ശേഷം സ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കസ്റ്റേർഡ് ചേർത്ത് തിളച്ച് 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കസ്റ്റേർഡ് കൂടുതൽ കുറുകി പോകരുത്, കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കാനായിട്ട്. കൂടുതൽ കുറുകി പോവുകയാണെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് തിക്കാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ അതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽ ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന സാഗോ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാകുമ്പോഴേക്ക് സാഗോ ഇട്ട് കൊടുക്കാം. സാഗോ ഇട്ട് കഴിഞ്ഞ് സ്പൂൺ കൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സാഗോ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി സാഗോ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിൽ പുറത്തൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും സാഗോയുടെ പശപ്പ് മാറി സാഗോ പേൾസ് ഓരോന്നായിട്ട് നമുക്കിങ്ങനെ മണിമണി പോലെ വിട്ട് കിട്ടുകയും ചെയ്യും. മിൽക്ക് ഷേക്കിന് ആവശ്യമായ മസ്ക് മിലനാണിത്. ഞാൻ ഈ സൈസിലുള്ളൊരു മസ്ക് മിലൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. മസ്ക് മിലൻ നമുക്കൊന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം ഒരു സ്പൂണോ കത്തിയോ ഉപയോഗിച്ച് എടുത്ത് മാറ്റണം. കുരുവെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം മസ്ക് മിലൻ്റെ ഉള്ളിലെ മഞ്ഞ ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കാം. മസ്ക് മിലൻ ഇതുപോലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. മസ്ക് മിലൻ എല്ലാം ഈ കാണുന്ന പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മസ്ക് മിലനിൽ നിന്ന് കുറച്ച് മസ്ക് മിലൻ നമുക്ക് മാറ്റി വെക്കാം. ബാക്കി മസ്ക് മിലൻ മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. മസ്ക് മിലൻ നല്ല സ്മൂത്ത് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാഗോ ചേർത്ത് കൊടുക്കാം. സാഗോ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസിൽ നിന്ന് ഒരു പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം. ബാക്കി കുറച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാനൊക്കെ വേണ്ടി മാറ്റി വെക്കാം. സാഗോ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മസ്ക് മിലനും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മസ്ക് മിലനും കൂടി ചേർത്ത് കൊടുക്കണം. അവ ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പാകത്തിന് പഞ്ചസാരയെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കസ്കസും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മസ്ക് മിലനും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് നട്ട്സും ഒക്കെ ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. വളരെ ടേസ്റ്റി, നല്ല ഹെൽത്തിയും നല്ല ഫില്ലിങ്ങുമായ നമ്മുടെ മസ്ക് മിലൻ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സാരൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.